ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ വന്നിരിക്കുന്നത് ഓണസദ്യകളുമായിട്ട് കേട്ടോ. ഓണസദ്യ സീരീസ്. അപ്പോൾ ഓണസദ്യയുടെ എല്ലാ വിഭവങ്ങളും എളുപ്പത്തിലും സ്വാദിഷ്ടമായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നമ്മൾ ഈയിടെയായിട്ട് ഓണസദ്യകളൊക്കെ അധികം ഓർഡർ ചെയ്യുക. നമുക്ക് എളുപ്പത്തിലൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊന്നുകൂടെ സ്വാദ് കൂടും. അപ്പോൾ നമുക്ക് ഓണസദ്യ സീരീസിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ എല്ലാ ദിവസവും ഓണസദ്യയിലെ വിഭവങ്ങൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യും. തീർച്ചയായും നിങ്ങൾ ആ വീഡിയോസ് കാണുക, കമൻറ്റ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടാലോ, വരൂ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ പൈനാപ്പിൾ സാഗോ പായസമാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സാഗോ ചൗവരിയാണ്, ചില സ്ഥലങ്ങളിൽ സാബുനരി എന്ന് പറയും. അപ്പോൾ നമുക്കിത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം. ഇവിടെ ഞാൻ 1/4 കപ്പ് പുതിർത്തി അരമണിക്കൂർ സോക്ക് ചെയ്ത ചൗവരിയാണ് എടുത്തത്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആ എടുത്ത പാത്രത്തിന് ഒരു 2 പാത്രം അത്ര അതിലും കുറച്ചായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒരു കുക്കറിൽ നമുക്ക് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുത്തേക്കാം. 3 വിസിൽ ആവുന്നത് വരെ നമുക്ക് ഈ സാബുനരി അല്ലെങ്കിൽ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഇനി നമുക്ക് വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. എന്നിട്ട് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചിട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞിട്ട് നമുക്കിത് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റിയെടുക്കാം. ഇവിടെ ആ ചൗവരി 1/4 കപ്പ് എടുത്തതാട്ടോ. ഞാൻ പറഞ്ഞു ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട്, മധുരം കഴിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ 1/4 കപ്പ് ചൗവരി നമ്മളവിടെ വേവിച്ച് അത് സ്ട്രെയിനറിലിട്ട് അരിച്ച് അത് കഴുകി അതിൻ്റെ പശ കളഞ്ഞിട്ട് ഊറ്റി വെച്ചതാണേ. നമ്മളിനി അതിലേക്ക് പൈനാപ്പിൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പൈനാപ്പിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര പൈനാപ്പിൾ ഒരു കപ്പിലെടുത്തു. അത് ഓരോരുത്തരും ആവശ്യത്തിനനുസരിച്ച് ഇടണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു പാനിലേക്ക് ഇടാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് വേവാനുള്ള വെള്ളം, കൂടുതൽ വേണ്ട. ഇത്ര വെള്ളം. എന്നിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തത്. അതുകൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തു. ഇതിന് ഒരു യെല്ലോയിഷ് കളറാട്ടോ ഉണ്ടാവുക. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. നമുക്ക് ആർട്ടിഫിഷ്യൽ കളറൊന്നും ഉപയോഗിക്കാതെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. നന്നായിട്ട് വെള്ളം വറ്റി കിട്ടണേ. പൈനാപ്പിൾ നല്ല പാകമായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ പായസത്തിനുള്ളത് പൈനാപ്പിൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചു. പിന്നെ ചവ്വരി നമ്മൾ വേവിച്ച് അത് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 1/2 ലിറ്റർ പാല് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തു. പാല് കുക്കറിൽ ഒഴിക്കുന്നത് എന്താ അറിയോ, നമുക്ക് അടിപ്പിടിക്കാതിരിക്കാൻ. അടിക്കട്ടിയുള്ള പാത്രമാകുമ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ 1/2 ലിറ്റർ പാല് നമ്മൾ കുക്കറിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാരയ്ക്ക് നമ്മൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൈനാപ്പിളിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര പഞ്ചസാര ഇടുന്നത്. പിന്നെ പോരാഞ്ഞിട്ട് നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഇടുന്നുണ്ട്. 1/2 കപ്പിൽ മുഴുവനായിട്ടില്ല, അതിനേക്കാൾ കുറച്ച് 2 സ്പൂൺ കുറവായിരിക്കും. ആദ്യം ചെയ്ത 2 കാര്യം, ഇപ്പോൾ പൈനാപ്പിൾ വേവിക്കുകയാണെങ്കിലും ചവ്വരി വേവിക്കുകയാണെങ്കിലും നമ്മളെ പ്രസൻസ് അവിടെ അത്ര അത്യാവശ്യമില്ല. പക്ഷെ പാല് വേവിക്കുമ്പോൾ നമ്മളിവിടെ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. അടിപ്പിടിക്കാതെ നോക്കണം, എന്നാൽ തന്നെ സ്വാദുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മളിങ്ങനെ ഇളക്കി തന്നെ ഇത് പാകാക്കണേ. അപ്പോൾ ഇതിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒന്ന് കുറച്ച് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സാബുനരി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചവ്വരി ആഡ് ചെയ്യാം. ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരല്ലേ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളവരട്ടെ. നമ്മളുടെ പാല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക്
സാബുനരി ചേർത്ത് കൊടുക്കാം. കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ, കുറച്ച് നമുക്കിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കട്ടയാണെങ്കിലും നമ്മൾ നന്നായിട്ട് ഇളക്കി കഴുകിയതല്ലേ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമോ, ഇതൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൂട്ടായിട്ട് പിടിക്കും. ഇതിപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞതിനെ കൊണ്ട് ഇത് ഓരോന്നായിട്ട് വിട്ട് കിടന്ന് നല്ല മുത്തുമണികളെ പോലെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഏകദേശമായി വരുന്നുണ്ട്. ഇതിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏതാണ്ട് ഒരു കപ്പ് മുഴുവനായിട്ടില്ല, 1/4 കപ്പിലും കുറച്ചധികം ഉണ്ടാവും. മിൽക്ക് മെയ്ഡൊന്നും കൂട്ടിയാൽ നമുക്ക് കൂടുതലായി എന്നൊന്നും വരില്ല. അത് അധികമായി പോയ പ്രശ്നം എന്തായാലും വരില്ല, സ്വാദ് കൂടുകയുള്ളൂ. അപ്പം നമ്മൾ ഇതിൽ വെള്ളത്തിൽ കഴുകി ഒന്ന് ഈ പാലിലേക്ക് തന്നെ ഇതൊന്ന് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരുപാട് കട്ടി വേണ്ട, കാരണം ചവരി ഇട്ടത് കൊണ്ട് ഇത് തണുക്കുമ്പോൾ ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഇനി പൈനാപ്പിൾ കൂടെ ആഡ് ചെയ്യാനുണ്ടല്ലോ, അതിന് മുന്നേ നമുക്കൊരു സാധനം കൂടി ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിർബന്ധമില്ല. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇടുന്നേ ഉള്ളൂ കേട്ടോ. അതൊന്ന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പെട്ടെന്നത് നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ പൈനാപ്പിൾ കൂടി ഉണ്ടല്ലോ, കൈതച്ചക്ക കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോഴത്തേക്ക് ഇത് തണുത്തിട്ടാണ് കഴിക്കാനുള്ള കേട്ടോ, ചൂടനെയല്ലേ. ഇത് രണ്ടും തണുത്തതിന് ശേഷമാണ് നമ്മൾ യോജിപ്പിക്കുന്നത്. ചിലപ്പോൾ പാലിൽ പൈനാപ്പിളിൻ്റെ പുളി കൊണ്ട് പിരുത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്വാദ് രണ്ടും ശരിയായ രീതിയിൽ എത്തണമെങ്കിൽ തണുപ്പിച്ചിട്ടാണ് ഇത് യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇതിനി ഓഫ് ചെയ്യാം. ഏതാണ്ട് ഇത്ര ഇതിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തായാലും കുറുക്കും. അപ്പോൾ നമുക്കിതിന് ഓഫ് ചെയ്യാം കേട്ടോ. നേരത്തെ തയ്യാറാക്കി വെച്ച സാബുനരിയുടെ ചവ്വരിയുടെ പായസമാണ്. ആ ചവ്വരിയുടെ പായസം തണുത്തിട്ടുണ്ട്. അതുപോലെ ഈ പൈനാപ്പിൾ ഞാൻ വീഡിയോ ഓണാണെന്ന് വെച്ചിട്ട് കുറച്ച് ഇട്ടുപോയി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി കാണാത്തത്. നമ്മളതിലേക്ക് ബാക്കി കൂടെ രണ്ടും നന്നായിട്ട് തണുത്തതാട്ടോ. നമുക്കിത് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളൊരു ലൈറ്റ് യെല്ലോയിഷ് കളറായിട്ടാണ് ഈ പായസം കാണുന്നത്. ഇത് നമ്മൾ കഴിക്കേണ്ടത് തണുപ്പിച്ചിട്ടാട്ടോ. അപ്പോൾ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും. ഇതിനി തണുത്തിട്ട് നമുക്ക് സേവിങ് ബൗളിലേക്ക് ഒഴിച്ചിട്ട് കാണാം. പൈനാപ്പിൾ സാഗോ പായസം റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതാണ്. അപ്പം കുറച്ച് ലൂസായതുപോലെയാണ്. നിങ്ങൾ പാകം എന്താണോ അതിനനുസരിച്ചിട്ട് കട്ടിയാക്കണമെങ്കിൽ കട്ടിയാക്കാം കേട്ടോ. ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റ്, എല്ലാ ലൈറ്റിൻ്റെയും കൊണ്ടാണ്. ശരിക്കും നമ്മൾ നാച്ചുറൽ ലൈറ്റിൽ നോക്കുകയാണെങ്കിൽ നല്ല ലൈറ്റ് യെല്ലോ ആട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പൈനാപ്പിൾ സാഗോ പായസം. നമുക്കിതൊന്ന് സേവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാണുന്നുണ്ടോ, നല്ല രസമായിട്ട് പൈനാപ്പിൾ സാഗോ പായസമാണ്. ഇതിൽ താളിച്ചിട്ടുണ്ട് ആവശ്യമില്ല. ഞാനിത് ഡെക്കറേഷന് വേണ്ടി മാത്രം ഒരു കാഷ്യൂ നട്ട് വെച്ചതാണ്. അപ്പോൾ ഇതാണ്, കണ്ടില്ലേ, കാണുന്നുണ്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ തിക്കാക്കി എടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് ലൂസായത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കിയത്. നിങ്ങൾക്ക് വേണേൽ ഇതൊരു കുറച്ചുകൂടെ തിക്കാക്കി എടുക്കാം. നല്ല മീനിൻ്റെ കണ്ണ് പോലെ ഇരിക്കണേ, കണ്ടില്ലേ ചവ്വരി. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ ചവ്വരി പായസം ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.